നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ദീപാവലി അടുത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ നിരവധി IPOകളാണ് വരാനിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നൈക്കയുടെ IPOയെ കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. ഇന്ന് ഫിനോ പേയ്മെൻറ്റ് ബാങ്കിനെ കുറിച്ചുള്ള IPO വിശേഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒക്ടോബർ 29 മുതൽ നവംബർ 2 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 1229 കോടി രൂപയാണ് അവർ വിപണിയിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഫിനോ പെയ്ടെക് എന്ന് പറയുന്ന കമ്പനിയുടെ ഹോളി ഓൺ സബ്സിഡിയറിയാണ്. അതായത് 100% അവരുടെ സബ്സിഡിയറിയാണ്. ആ പേരന്റ് കമ്പനി ലിസ്റ്റഡ് അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ പോലും ഇത് അനധികൃതമായിട്ടുള്ള മാർക്കറ്റിൽ അവരുടെ ഓഹരിയുടെ വില 20% ഉയർന്നത്. സെബി അവരുടെ സബ്സിഡിയറി കമ്പനിക്ക് IPO നടത്താനുള്ള അനുമതി കൊടുത്തു എന്നറിഞ്ഞപ്പോൾ തന്നെ പേരന്റ് കമ്പനിയുടെ അനധികൃതമായി ഓഹരി വിപണിയിലെ വില ഏകദേശം 350 മുതൽ 400 രൂപ വരെ ഉയരുകയുണ്ടായി. അപ്പോൾ അത്രയ്ക്ക് ഒരു വലിയ വിശേഷമാണ് മാർക്കറ്റിൽ ഈ കമ്പനിയുടെ IPOയെ കുറിച്ച് സംഭവിച്ചിട്ടുള്ളത്. ഇതിനെ ആ പേരന്റ് കമ്പനിയെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. അതായത് ബ്ലാക്ക് സ്റ്റോൺ ഗ്രൂപ്പാണ്. ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരു ഇക്വിറ്റി ഫണ്ടാണ് ബ്ലാക്ക് സ്റ്റോൺ. അതുകൂടാതെ ICICI ഗ്രൂപ്പ് ഉണ്ട്, ഭാരത് പെട്രോളിയം ഉണ്ട്, പിന്നെ വേൾഡ് ബാങ്കിന്റെ ഫിനാൻഷ്യൽ വിങ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ട്. ഇവരെല്ലാം തന്നെ പണം മുടക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഓഹരി എടുത്തിരിക്കുന്ന ഒരു കമ്പനിയാണ് ഫിനോ പേയ്ടെക് എന്ന് പറയുന്ന ഇതിൻ്റെ പേരന്റ് കമ്പനി. അപ്പോൾ പേരന്റ് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള ഫിനോ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ IPOയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ഇത് മുഴുവൻ കാണാനായിട്ട് നിങ്ങൾ തയ്യാറായിക്കോളൂ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് തന്നെ പറയട്ടെ, ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. കാരണം ഇനി വരുന്ന നിരവധി IPOകളാണ്. ആ വിശേഷങ്ങൾ അപ്പോഴപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിരിക്കണം. അതുകൂടാതെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്ക് 2017 മാത്രം രൂപം കൊണ്ടിട്ടുള്ള ഈ കമ്പനി ഒരു വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിൻടെക് കമ്പനിയാണ്. ഫിനാൻഷ്യൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. വളരെ വൈഡായിട്ടുള്ള ഡിജിറ്റൽ ഫിനാൻഷ്യൽ പ്രോഡക്ട്സും സർവീസസുമാണ് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബോംബെ ബേസ്ഡ് ആണ്. കമ്പനിയുടെ സർവീസസ് എന്ന് പറയുകയാണെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഉണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതുകൂടാതെ ഡെബിറ്റ് കാർഡ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് ഉണ്ട്, പിന്നെ ഡൊമസ്റ്റിക് റെമിറ്റൻസ് ഉണ്ട്, പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഓപ്പൺ ബാങ്കിങ് ഫങ്ഷനാലിറ്റി ത്രൂ ദെയർ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ വിഡ്രോയിങ് ആൻഡ് ഡെപ്പോസിറ്റിംഗ് ക്യാഷ് വയ മൈക്രോ ATM ഓർ ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം, അതും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ക്യാഷ് മാനേജ്മെൻറ്റ് സർവീസസ്, ഇതെല്ലാം ഈ കമ്പനി നൽകുന്ന സർവീസസ് ആണ്. ഇവരുടെ മർച്ചൻറ്റ് സെഗ്മെൻറ്റ് അവരുടെ മറ്റ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയെ സഹായിക്കുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടി ഗോൾഡ് ലോൺ, ഇൻഷുറൻസ്, ബിൽ പേയ്മെൻറ്റ് ആൻഡ് റീചാർജസ്, അങ്ങനെയൊക്കെയുള്ള സർവീസസ്. അതുകൂടാതെ ലാർജ് ബിസിനസ് കറസ്പോണ്ടൻറ്റ് നെറ്റ്വർക്ക് മറ്റ് ബാങ്കുകൾക്ക് വേണ്ടിയിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ റവന്യൂ ജനറേഷന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഈ മർച്ചൻസിനെയും സ്ട്രാറ്റജിക് കൊമേഴ്ഷ്യൽ റിലേഷൻഷിപ്പിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഫീസും കമ്മീഷനുമായിട്ടാണ് ഇവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല ലോ ലെവലിലുള്ള, അതായത് സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള പാവപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അക്ഷരാഭ്യാസവും പിന്നെ ബാങ്കിങ് സിസ്റ്റവും ഒന്നും പരിചയമില്ലാത്ത ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ബാങ്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം 2020 മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഈ ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിനെ രാജ്യത്തെ 3ാമത്തെ ഫെസിലിറ്റേറ്റർ, ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിൻ്റെ കാര്യത്തിൽ രാജ്യത്തെ 3ാമത്തെ ബാങ്കായിട്ട് അവരെ സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ക്രിസിൽ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഈ ഫിനോ പേയ്മെൻറ്റ്സിനെ ലാർജസ്റ്റ് മൈക്രോ ATM നെറ്റ്വർക്ക് രാജ്യത്തുള്ള ഫേമായിട്ട് അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ, ഡെപ്പോസിറ്റ് ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മൂന്നാമത്തെ ബാങ്കായിട്ട് ഈ ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിനെയാണ് ക്രിസിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്.
ഫിനോയുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ യുണീക്കായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ടെക്നോളജി പാർട്ട്ണർഷിപ്പ് നെറ്റ്വർക്കാണ് അതാണ് അവരുടെ കസ്റ്റമേഴ്സ് സർവീസിങ്ങിൽ അവർ ഉപയോഗിക്കുന്നത്. അത് വളരെ ഒരു സ്ട്രെങ്ത് കൂട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ ടെക്നോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഇൻഹൗസ് ടെക്നോളജി എക്സ്പെർട്ടൈസ് വളരെയധികം ഉള്ള ഒരു പേയ്മെൻറ്റ്സ് ബാങ്കാണ്. അത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. അത് കൂടാതെ കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ബിസിനസ് മോഡലാണ് ബാങ്കിനുള്ളത്. പിന്നെ ഹൈലി എക്സ്പീരിയൻസ്ഡ് മാനേജ്മെൻറ്റ് ടീം, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇത്രയധികം വ്യാപിക്കുന്നതിന് സാധിക്കില്ലല്ലോ. അത് കൂടാതെ വളരെ സോഷ്യൽ ആയിട്ടുള്ള സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമുകൾ, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ സാമൂഹ്യ സുരക്ഷയ്ക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കൾച്ചർ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാമാണ് അവരുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് മാർക്കറ്റിൽ പറയാവുന്ന കാര്യങ്ങൾ. ഫിനോ പേയ്മെൻറ്റ്സിൻ്റെ പേരൻറ്റ് കമ്പനി നമുക്കറിയാം, ഫിനോ പേയ്ടെക് ലിമിറ്റഡ്. അവരുടെ കയ്യിൽ ആണ് 100% ഓഹരികൾ. അപ്പോൾ 100% ആണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ ഓളിയോൺ സബ്സിഡിയറി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അവരുടെ MDയും CEO ആയിട്ടുള്ള ഋഷി ഗുപ്തയുടെ ചിത്രമാണ് അതിൽ കാണുന്നത്. പേരൻറ്റ് കമ്പനി ആയിട്ടുള്ള ഫിനോ പേയ്ടെക്കിനെ കുറിച്ച് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആത്മവിശ്വാസം കൂടുന്നതാണ്. കാരണം ഫിനോ പേയ്ടെക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരാരൊക്കെയാണ്, അവരെത്രമാത്രം ഇതിൽ വിശ്വാസം കാണിച്ചിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഭാരത് പെട്രോളിയം 28.9% ആണ് ഫിനോ പേയ്ടെക് എന്ന് പറയുന്ന പേരൻറ്റ് കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. കൂടാതെ ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് 11.5% അവർ പണം മുടക്കിയിട്ടുണ്ട്. അതുകൂടാതെ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഇക്വിറ്റി ഫണ്ട് 7.6% അവരുടേതായിട്ടുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, വേൾഡ് ബാങ്കിന്റെ ഫിനാൻഷ്യൽ ആമാണ്, അവർ 6.7% ആണ് ഫിനോ പേയ്ടെക്കിൽ ഫണ്ട് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ICICI ബാങ്ക് 5.8% അവരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇന്റൽ ക്യാപിറ്റൽ കോർപ്പറേഷൻ, എക്സൈഡ് ലൈഫ് ഇൻഷുറൻസ്, അതിപ്പോൾ HDFC ലൈഫ് ആയിട്ടുണ്ട്, LIC ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇങ്ങനെ വലിയ ഗ്രൂപ്പുകളാണ് ഫിനോ പേയ്ടെക് എന്ന് പറയുന്ന പേരൻറ്റ് കമ്പനിയിൽ ഫണ്ട് ഇറക്കിയിരിക്കുന്നത്. അവരാണ് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് പ്രധാനപ്പെട്ടത് എന്നറിയുമ്പോൾ തന്നെ അവരുടെ ഓളിയോൺ സബ്സിഡിയറി ആയിട്ടുള്ള 100% സബ്സിഡിയറി ആയിട്ടുള്ള ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ എങ്ങനെയായിരിക്കും അതിൻ്റെ പെർഫോമൻസ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അവരുടെ കമ്പനി എന്നുള്ള നിലയിൽ അത് റീമർജ് ചെയ്യാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാനാവില്ല, ഇപ്പോഴങ്ങനെ ഒരു പദ്ധതി ഇല്ലെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു നല്ല ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്കിതിനെക്കുറിച്ച് തോന്നുന്നത്. നമുക്കിനി തുടർന്ന് നിങ്ങളിത് കാണും. ഈ ഇഷ്യൂ മാനേജ് ചെയ്യുന്നത് ആക്സിസ് ക്യാപിറ്റൽ, CLSA ഇന്ത്യ, ICICI സെക്യൂരിറ്റീസ്, നൊമൂറ ഫിനാൻഷ്യൽ അഡ്വൈസറി സർവീസസ് എന്നീ കമ്പനികളാണ്. അവരെയാണ് ലീഡ് മാനേജേഴ്സായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് KFin ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഫിനോ പേയ്മെൻറ്റ്സ് എന്തിനാണ് ഇപ്പോൾ ഇഷ്യൂ നടത്തുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, മൂലധനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ ലിസ്റ്റഡ് കമ്പനി എന്നുള്ളൊരു സ്റ്റാറ്റസിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും, ഫ്യൂച്ചറിൽ അവർക്ക് നല്ല ഒരു ലിക്വിഡിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടും, ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കുന്നതിനെല്ലാം ലിസ്റ്റഡ് കമ്പനിയാണെങ്കിൽ അത് മൂലം സാധിക്കുന്നതാണ്. അതുകൂടാതെ പ്രൊമോട്ടേഴ്സിന് ഇപ്പോൾ കുറച്ച് ഭാഗം ഓഹരികൾ അവർക്ക് വിറ്റഴിച്ച് അത് ലിക്വിഡ് മണിയാക്കി മാറ്റുന്നതിനും അവരെ സഹായിക്കുന്നുണ്ട് ഈ ഇപ്പോഴത്തെ ഇഷ്യൂ. അതുകൂടാതെ ഇഷ്യൂവിൻ്റെ എക്സ്പെൻസസ് ഈ ഇതിൽ നിന്നാണ്, ഈ ഫണ്ടിൽ നിന്നാണ് അവരെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട റീസൺസ് ഇപ്പോൾ ഇഷ്യൂ നടത്തുന്നതിന് എന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത്. 2021 വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS ₹2.62. അതുപോലെ EPS 213.74, 220.23. അതുപോലെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 14.6% ബുക്ക് വാല്യൂ ₹19.30 ഒരു ഷെയറിന്. ഇനി ഫിനോ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽസിലേക്ക് നമുക്ക് നോക്കാം. ഏറ്റവും ഒടുവിലത്തെ ഈ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടറിലെ ഫലം വരെ അത് കൊടുത്തിട്ടുണ്ട് 2019 മുതൽ. ഇത് റവന്യൂവിൻ്റെ കോളമാണ്, ഇത് കോടിയിലാണ് കൊടുത്തിരിക്കുന്നത്. റവന്യൂ 371.1 2019 ഇതിൻ്റെ റവന്യൂ കാണിക്കുന്നത്, വരുമാനം കാണിക്കുന്നത്. 2020 ആയപ്പോൾ 691.4 കോടി ആണ് വരുമാനം, അത് റവന്യൂ. അപ്പോൾ 2021 ആയപ്പോൾ 791 കോടിയായിട്ട് റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. അടുത്ത
ഒറ്റ ക്വാർട്ടറിൽ തന്നെ 206.2 കോടിയാണ് റവന്യൂ കാണിക്കുന്നത്. എക്സ്പെൻസസ് 433.5, 723.4, 770.6, ഒറ്റ ക്വാർട്ടറിൽ 203.1 കാണിക്കുന്നു. നെറ്റ് ഇൻകം നോക്കൂ, 2 വർഷങ്ങളിൽ, അതായത് 2019-ലും 2020-ലും ഇത് ലോസ് ആണ് കാണിക്കുന്നത്. 62.4 നെറ്റ് ലോസ് ആണ് കാണിക്കുന്നത്. അടുത്ത വർഷം അത് പകുതിയായിട്ട് കുറഞ്ഞു ലോസ്, 32 കോടിയായിട്ട് ലോസ് കുറഞ്ഞിട്ടുണ്ട്. അത് 2021 ആയപ്പോഴേക്കും 20.5 ആയിട്ടും അത് പ്ലസ് ആയി, അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് കടന്നു. ഈ 32 കോടി ലോസ് ആയിരുന്ന 2020-ലായിരുന്നത് 2021 ആയപ്പോൾ 20.5 കോടി പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഈ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്വാർട്ടറിൽ 3.1 ആണ് ഇപ്പോൾ കാണിക്കുന്ന നെറ്റ് ഇൻകം. അതുപോലെ തന്നെ മാർജിൻ പെർസെൻറ്റേജ് നോക്കൂ, നെഗറ്റീവായിരുന്നു 2 വർഷങ്ങളിൽ, 16.8, 4.6. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോസിറ്റീവായി പ്ലസ് ആയിട്ടുണ്ട് 2.6%, പിന്നെ 1.5%. അങ്ങനെ അപ്പോൾ ഇത് ഇപ്പോൾ 2020-ന് ശേഷം, 2020-ലെ പകുതിക്ക് ശേഷം ഇത് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നിരന്തരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ. ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ഇഷ്യൂവിൻ്റെ കീ പോയിന്റ്സിലേക്ക് നമുക്ക് ഒന്നുകൂടി നോക്കാം. 29-ാം തീയതിയാണ് ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നത്. നവംബർ 2-ാം തീയതി ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നതാണ്. പ്രൈസ് ബാൻഡ് പറയുന്നത് 560, 577. അപ്പോൾ 577 രൂപ വെച്ച് വേണം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മുകളിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഷെയർ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവുന്ന വീഡിയോ ആണ് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ 577 രൂപയാണ് കട്ട് ഓഫ് പ്രൈസ് വരുന്നത്. അത് കൂടാതെ ഫ്രഷ് ഇഷ്യൂ 300 കോടിക്കുള്ളതാണ് ഫ്രഷ് ഇഷ്യൂ വരുന്നത്. ഓഫർ ഫോർ സെയിൽ 900.3 ക്രോഡ്സിനാണ് ഓഫർ ഫോർ സെയിൽ വന്നത്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എത്രയാണ്? 1200.3 കോടിക്കുള്ളതാണ് ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ റീറ്റെയിലേഴ്സിന് മിനിമം അപ്ലൈ ചെയ്യേണ്ടത് 25 ഓഹരികളാണ്. അതായത് 14,425 രൂപ വരും ഒരു മിനിമം ലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ. മാക്സിമം ഒരാൾക്ക് 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ 325 ഓഹരികളാണ് മാക്സിമം അപ്ലൈ ചെയ്യാവുന്നതുള്ളൂ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ റീറ്റെയിലേഴ്സിന് വളരെ കുറച്ച് ഓഹരികളെ കൊടുക്കുന്നുള്ളൂ. 10% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുള്ളൂ. 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് കൊടുക്കുന്നത്. പിന്നെ 15% HNIസിനും, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനും. അപ്പോൾ സാധാരണക്കാരന് 10% കൊടുക്കുന്നുള്ളൂ. ഫേസ് വാല്യൂ 10 രൂപയാണ്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. കാരണം മെയിൻ ബോർഡ് IPO ആണല്ലോ ഇത്. നിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇത് ഒരു വലിയ കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയാണ്. ആ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്നത് വലിയ ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഫിനോ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ബാങ്കിൻ്റെ ഓഹരിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ധൈര്യമായിട്ട് ഈ ഓഹരിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്യൂവിൻ്റെ പ്രധാന ഡേറ്റുകൾ ഒന്നുകൂടി നോക്കാം. ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകളാണ്. അലോട്ട്മെൻറ്റ് ഡേറ്റ് നവംബർ 9-ാം തീയതിയാണ് അലോട്ട്മെൻറ്റ് വരിക. 10% ഓഹരികൾ മാത്രമാണ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഭാഗ്യവാന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ആരും നിരാശപ്പെടലൊന്നും വേണ്ട. കിട്ടിയില്ലെങ്കിൽ തന്നെ അത് സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ നവംബർ 9-ാം തീയതി അലോട്ട്മെൻറ്റ് വരും. കിട്ടാത്തവർക്ക് നവംബർ 10-ാം തീയതിയാണ് റീഫണ്ട്. അതായത് നിങ്ങളുടെ ഫണ്ട് ബ്ലോക്കായി കിടന്നത് ഫ്രീ ആവുന്നത് നവംബർ 10-ാം തീയതി ആയിരിക്കും. കിട്ടിയ ഭാഗ്യവാന്മാർക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് എന്നാണ് ഷെയർ നവംബർ 11-ാം തീയതിയാണ്. 12-ാം തീയതി ഇത് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അന്ന് മുതൽ ഇത് ട്രേഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ IPO കുറിച്ചുള്ള വിശേഷങ്ങളാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ പറയട്ടെ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിരവധി IPOകൾ വരാനിരിക്കുന്നു. അത് ഞാനിടുന്ന അതേ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിരിക്കണം. നമുക്ക് അടുത്ത കമ്പനിയുടെ IPO വിശേഷങ്ങളുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.